എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. എടി പറയടി കുറെ എണ്ണം നീ നിന്റെ വിഷമം കണ്ടിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് നീ ഒന്ന് പറ. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പൻ. നീ എന്താ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ നീ എന്റെ നെഞ്ചത്ത് കയറുന്നതാണല്ലോ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. നീ പറ. നിനക്ക് പറയാൻ പറ്റില്ല ഞാൻ ലൈവ് വന്നത്. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? ഒക്കെ ക്ഷമിക്കുന്നതിനൊക്കെ കുറെ പരിധിയില്ലേ? കുറെ എവിടാണ്ട് കിടക്കുന്ന കുറെ ആലവലാതി മാറ്റവളുമാര് ഇവളുമാർ ആരാണ് നമ്മുടെ കുടുംബത്തെ പറ്റി സംസാരിക്കാൻ? ചന്ദ്ര, നിനക്ക് പറയാനുള്ളത് പറ. നീ അങ്ങോട്ട് പറ. ഈ ലോകത്തുള്ള കുടുംബങ്ങളെല്ലാം നശിച്ചില്ലാതായി കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഏപ്പരാജി പട്ടികളെ ലോകം തിരിച്ചറിയണ്ടേ? നീ പറ. ആരാറ് കിടന്ന് മെഴുകുകയാണ് സുഹൃത്തുക്കളെ. കുറച്ചു കാലമായിട്ട് ആശാനായിരുന്നു, താഴെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ ഫ്രസ്ട്രേഷനും ആള് കാണിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഉണ്ടായ ഇഷ്യൂ എല്ലാവർക്കും അറിയാലോ. പ്രസവം വളരെ ഈസിയാണ്. പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ അരിയാട്ടുന്നതിനിടയിൽ പ്രസവവേദന വന്നാൽ ഓടിപ്പോയി പ്രസവിച്ച് തിരിച്ചു വന്ന് വീണ്ടും അരിയാട്ടുമായിരുന്നു. അല്ലെങ്കിൽ വാക്കും വയറൂട്ട് വളി രണ്ടു തിരിച്ചെടുക്കാൻ പറ്റൂല. ഹോസ്പിറ്റലുകളാണ് പ്രസവം കോംപ്ലിക്കേറ്റഡ് ആക്കിയത് തുടങ്ങിയ ചില മണ്ടൻ പ്രസ്താവനകൾ മാരാർ ആധികാരികമായി പറയുകയും അത് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതിനു മുമ്പാണെങ്കിൽ ഭാര്യയെ കളിയാക്കിക്കൊണ്ട് ഇന്റർവ്യൂവിൽ സംസാരിച്ച സംഭവം ആനീസ് കിച്ചണിൽ വെച്ചായിരുന്നു ആ സംഭവം നടന്നത്. എന്തായാലും ഇത് കണ്ടില്ല എന്ന് വെച്ചാൽ ശരിയാവില്ല. അറ്റ്ലീസ്റ്റ് ഇത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും നോക്കണ്ടേ? ആക്ഷേപിക്കാം, വിമർശിക്കാം, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിലും നിങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച ഒരു ഷോയുടെ വിന്നർ എന്ന നിലയിലും ഒക്കെ തന്നെ ചുരുക്കി പറഞ്ഞ ഡെയിലി സ്റ്റേബിൾ ആയിട്ട് ഇക്കടെ ബുദ്ധി പറഞ്ഞ് പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരാളൊരു തെറ്റ് ചെയ്തതിനെ തുടർന്ന് ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ കഴിയുന്നതാണ്. തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നതുമാണ്. അത് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അല്ലാ, തെറ്റുപറ്റിയാൽ തിരുത്തുന്ന ഒരാൾ വന്നേക്കുന്നു. എത്ര തവണ നമ്മൾ ഇയാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വയം ന്യായീകരിച്ച് മെഴുകുക എന്നല്ലാതെ തെറ്റ് തിരുത്താനുള്ള മനസ്സ് ഇയാൾ ഇന്ന് വരെ കാണിച്ചിട്ടില്ല. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. കണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ വിഭാഗം നേരത്തെ റീച്ചിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്ന തുണിയടിച്ചിട്ടുള്ള ആട്ടലായിരുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പ്രസവം വേദന ഇല്ല എന്നും അല്ലെങ്കിൽ അത് വേദന ഉള്ളതാണെന്നും ലോകത്താരെങ്കിലും ഈ അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അത് നീ ഒന്നും പണയണ്ട. വേദന നിറഞ്ഞ പ്രോസസ് ആണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാമെന്നും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനം ചമച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ അല്ല എന്നും അമ്മ എന്ന് പറയുന്ന മാതൃത്വത്തിന്റെ മൂല്യത്തെയാണ് ഞാൻ സന്തോഷപൂർവ്വം പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്, സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോ എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? തൽക്കാലം ഇത്രയും മതി, വരട്ടെ.